റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് തന്റെ സുനനിൽ ഉദ്ധരിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, വലൗ കാന ശൈഉൻ സാബിഖൽ ഖദർ, അല്ലാഹുവിന്റെ വിധി ഖദർ അതിനെ മറികടക്കാൻ കഴിയുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖത്തുൽ ഐൻ, കണ്ണേറ് അതിനെ മറികടക്കുമായിരുന്നു. അത്രമാത്രം ഹഖീഖത്താണ്, യാഥാർത്ഥ്യമുള്ളതാണ് കണ്ണേർ എന്ന് പറയുന്നത്. വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിച്ചിരുന്നെങ്കിൽ കണ്ണേറിന് സാധിക്കുമായിരുന്നു. സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ വിധിയെ മറികടക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത്രമാത്രം സത്യമാണ് കണ്ണേർ എന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ ഇമാം അബൂ നുഐം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. അൽ ഐനു തുദ്ഖിലു റജുല അൽ ഖബർ, കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിൽ പ്രവേശിപ്പിക്കും, അഥവാ കണ്ണേറിന്റെ ഫലമായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. വതുദ്ഖിലുൽ ജമൽ അൽ ഖിദർ, ഒട്ടകം ചത്തുപോയി അല്ലെങ്കിൽ അതിന് രോഗം ബാധിച്ച് അതിന്റെ ഉടമ അതിനെ അറുത്ത് ആ ഒട്ടകത്തെ അത് വേവിക്കുന്ന പാത്രത്തിലെത്തിക്കും കണ്ണേർ എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ കണ്ണേർ ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കണ്ണേറിന്റെ അപകടം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കാറുണ്ട്. അക്കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണം, അക്കൂട്ടത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രയാസം, അതാണ് കണ്ണേർ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ വിധിയുടെ അല്ലെങ്കിൽ അവൻ നിശ്ചയിച്ചിട്ടുള്ള അസ്ബാബുകളുടെ പുറത്തുള്ള ഒരു കാര്യമല്ല, അള്ളാഹു തആല നിശ്ചയിച്ച കാര്യമാണ്. ഒരു മനുഷ്യൻ ഇഷ്ടത്തോടുകൂടി കൗതുകത്തോടുകൂടി ഒരു വസ്തുവിലേക്ക് നോക്കിയാൽ, ഒരു വ്യക്തിയിലേക്ക് നോക്കിയാൽ, എന്നിട്ട് അള്ളാഹു തആല ഈ വസ്തുവിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തുവിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ തീരുമാനങ്ങൾ എതിർക്കാൻ, അത് നിർത്തിവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അപ്രകാരം അള്ളാഹുവിന്റെ വിധിയുടെ പരിധിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു സഹാബി സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം കുളിക്കുകയായിരുന്നു. അദ്ദേഹം കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആമിർ ഇബ്നു റബീഅ എന്ന സഹാബി ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, മാ റഅയ്തുക അൽ-യൗമി വലാ ജിൽദ മുഖബ്ബഅ, ഇന്ന് കണ്ടതുപോലെ ഇത്ര ഭംഗിയുള്ള ഒരു തൊലി, ഒരാളുടെ ശരീരത്തിലെ തൊലി ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇത്ര വെളുത്ത സുന്ദരമായ ഒരു തൊലി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പെണ്ണിന് പോലും, ഒരു സ്ത്രീക്ക് പോലും ഇത്ര വെളുപ്പുള്ള തൊലി ഉണ്ടാവുകയില്ല എന്ന് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബത്ത് പറയുന്നു, ഈ വാക്ക് പറഞ്ഞതോടുകൂടി അദ്ദേഹം ബോധം കെട്ടു വീണു. പിന്നീട് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. സഹാബത്ത് ഈ സഹാബിയെ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മാ യർഫഉ റഅസഹു വലാ യുഫീഖ്, ഇദ്ദേഹം തലപൊന്തിക്കുന്നില്ല, ബോധം തെളിയുന്നില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തത്തഹിമൂനഹു ഫീഹി മിൻ അഹദ്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ആരുടെയെങ്കിലും കണ്ണേറ് തട്ടിയതാവാൻ സാധ്യതയുണ്ടോ? അവർ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആമിർ ഇബ്നു റബീഅ നോക്കിയപ്പോഴാണ് അദ്ദേഹം വീണത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാമ യഖ്തുലു അഹദുകും അഖാഹ്, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരനെ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചു. ഹല്ല ഇദാ റഅയ്ത മാ യുഅ്ജിബുക ബറക്ത്, എന്നിട്ട് ഈ ആമിർ ഇബ്നു റബീഅയോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ശരീരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, അതിൽ എന്തെങ്കിലും അത്ഭുതം അല്ലെങ്കിൽ ഒരു ഭംഗി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹല്ല ബറക്ത, നിനക്ക് ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിനക്ക് തന്ന ഈ അനുഗ്രഹത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു? അങ്ങനെ പ്രാർത്ഥിച്ചാൽ കണ്ണീർ തട്ടുകയില്ല എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനോട് വുദൂ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖവും കയ്യുമൊക്കെ കഴുകി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഉൾഭാഗം വെള്ളത്തിൽ നനച്ചു. എന്നിട്ട് ഈ വെള്ളമൊക്കെ വുദൂ ചെയ്ത വെള്ളവും ഈ വസ്ത്രം നനച്ച വെള്ളവും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗിയായ ഈ സഹാബിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ഫറാഹ സഹലുൻ മഅൻ നാസി ലൈസ ബിഹി ബഅസ്, ആ വെള്ളം ഒഴിച്ചതോടുകൂടി യാതൊരു കുഴപ്പവുമില്ലാതെ രോഗം ശിഫയായി അദ്ദേഹം കൂടെ വന്ന ആളുകളുടെ കൂടെ, തന്റെ സുഹൃത്തുക്കളുടെ കൂടെ മടങ്ങിപ്പോയി. ഇപ്പൊ സഹോദരങ്ങളെ, കണ്ണേർ എന്ന് പറയുന്നത് ഹഖീഖത്താണ്, അത് സംഭവിക്കുന്നതാണ്, സംഭവിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനിടയിൽ പോലും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വിശ്വസിക്കുക എന്നുള്ളത് ഗൈബിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്വസിച്ചേ തീരുകയുള്ളൂ. അത്രയധികം ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ വസ്തുത, കണ്ണേർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു കുറച്ചിലായി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ വളരെ കടുത്തതായിരിക്കും. ആൾ മരിക്കാൻ സാധ്യതയുണ്ട്, അതുവരെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? ഏറ്റവും
ഒന്നാമത്തെ മാർഗം, ഏറ്റവും ഫലവത്തായ മാർഗം അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാർ സുബാഹി വൽ മസാ, അതുപോലെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, ഉറങ്ങാൻ സമയത്തുള്ള ദിക്ർ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ചിട്ടുള്ള അദ്കാർ അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കോട്ട പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന മസല ദാലിക്, ദിക്റിന്റെ ഉപമ എന്ന് പറയുന്നത് കമസലി റജുലിൻ ഖറജൽ അദൂ ഫി അസരി, ഒരു മനുഷ്യൻ അവനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അവന്റെ പിന്നാലെ കൂടി, സിറാഅൻ അവർ വേഗത്തിൽ അവനെ പിന്തുടരുകയാണ്, ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീൻ, അങ്ങനെ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്ന ആ വഴിയിൽ ഓട്ടത്തിനിടക്ക് ഒരു വലിയ സുരക്ഷിതമായ കോട്ടയിൽ അവൻ എത്തിപ്പെട്ടു. ഫഅഹ്റജ നഫ്സഹു മിൻഹും, അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ കോട്ടയിൽ അവൻ അഭയം തേടി. ഇതുപോലെയാണ് ഒരു മുഅ്മിനും ദിക്റും തമ്മിലുള്ള ഉപമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ വിധത്തിലുള്ള ശർറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. അതിൽ കണ്ണേറും പെട്ടു, പിശാചിന്റെ ഉപദ്രവങ്ങൾ പെട്ടു, സിഹർ പെട്ടു, ഇങ്ങനെയുള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, എത്ര മഹത്വമുള്ളവരാണ് അവർ, എത്ര പരിശുദ്ധമായ ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്, എത്രമാത്രം ഉയർന്ന സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ളത്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാർ എന്നാണ് അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുള്ളത്. ഈ രണ്ട് കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ കലാം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ, പിശാചിൽ നിന്നും അതുപോലെ ഉപദ്രവിക്കുന്ന വിഷം ഉള്ള ജീവികളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, അതുപോലെ കണ്ണേറിൽ നിന്ന്, എല്ലാ വസ്തുക്കളുടെയും എല്ലാവരുടെയും കണ്ണേറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, കാന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യുഅവ്വിദു ബിഹിമാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ മുവഹ്ഹിദീൻ, തൗഹീദുള്ള എല്ലാവരുടെയും ഇമാമാണ്, അബുൽ അംബിയ, അംബിയാക്കളുടെ ഉപ്പ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാഖിനും അലൈഹിം അസ്സലാത്തു വസ്സലാം അവർ കുട്ടികളായിരിക്കുമ്പോൾ ഇതുപോലെ തഅവീദ് നടത്താറുണ്ട്, അവരെ വിളിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ, സ്വകാര്യമായ അനുഗ്രഹങ്ങൾ, ഇത് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു പുതിയ വാഹനം വാങ്ങി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പുതിയ വസ്ത്രം വാങ്ങി, ഇതൊക്കെ എന്തെങ്കിലും നിലക്ക് നാലാളുകളെ അറിയിച്ച് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊരു നല്ല സ്വഭാവമല്ല. രണ്ട് അപകടങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നിഅമത്ത് അത് ലഭിക്കാത്ത മിസ്കീന്മാരത് കണ്ടു വിഷമിക്കും. അതല്ലെങ്കിൽ അസൂയുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഇത് കണ്ട് അവരുടെ കണ്ണേറ് ഫലിച്ച് ചിലപ്പോൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഈ വാഹനത്തിനോ മറ്റോ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യാഖൂബ് അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മക്കളെ മിസ്റിലേക്ക് പറഞ്ഞയക്കുകയാണ്. തന്റെ മക്കളെ ഭക്ഷണത്തിന് വേണ്ടി മിസ്റിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞു, യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ മിസ്റിലേക്ക് പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, ഓരോരുത്തർ ഓരോ വഴിക്ക് അങ്ങോട്ട് പ്രവേശിക്കുക. യാത്ര കഴിഞ്ഞ് ആ രാജ്യത്തേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ പല വഴിക്കായിട്ട് അങ്ങോട്ട് പ്രവേശിക്കുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, നിങ്ങളെ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തടയുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാകുന്നു വിധിക്കാനുള്ള അധികാരം. അലൈഹി തവക്കൽതു വ അലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. തവക്കുലാക്കുന്നവർ ഭരമേൽപ്പിക്കുന്നവരെല്ലാം അള്ളാഹുവിലാകുന്നു ഭരമേൽപ്പിക്കേണ്ടത്. ഈ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്, ഈ മക്കൾ, അവർ 11 മക്കളുണ്ട്. 11 പേരും നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള ആളുകളായിരുന്നു. ഇത്രയും മക്കൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രവേശിക്കുന്നത് കണ്ടാൽ ഇത് ആരുടേതാണ് ഇതുപോലെ ആരോഗ്യവാന്മാരായ സുന്ദരന്മാരായ 11 മക്കളെന്ന് ആരെങ്കിലും വിചാരിക്കുകയും കണ്ണറ് തട്ടുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം അവരോട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കൾ ഇത് പേടിച്ചിട്ടുണ്ട്. കണ്ണേറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് തവക്കുലില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരെങ്കിലും അവർ പേടിച്ചു എന്നല്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു സബബാണ്. ഭൗതികമായി ഉള്ള ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, അതുപോലെ അക്രമികളായ ആളുകൾ, വിഷജീവികൾ, ഇവയൊക്കെ പേടിക്കുന്നത് പോലെ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യത്തെ നമ്മൾ പേടിക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ടായിരിക്കാം യാക്കൂബ് അലൈഹിസ്സലാം ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, അലൈഹി തവക്കൽത്,
അള്ളാഹുവിൽ തവക്കുലാക്കി എന്നതിന് എതിരല്ല ഇങ്ങനെയുള്ള ഒരു സബബ് സ്വീകരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾ കരയുന്നത് കണ്ടാൽ പറയുമായിരുന്നു, മാലി സബിയ്യിക്കും യബ്കി, എന്താണ് നിങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലസ്തർഖൈതും മിനൽ ഐൻ, ഹല്ലസ്തർഖൈതും ലഹു മിനൽ ഐൻ, കണ്ണേറിന് വേണ്ടി, കണ്ണേറ് മാറാൻ വേണ്ടി ഈ കുട്ടിക്ക് നിങ്ങൾ റുഖ്യ ചെയ്ത് കൊടുത്തിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. മന്ത്രിച്ച് ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ ഊതിക്കൊടുത്തുകൂടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശർഈയായ സബബുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന്, കണ്ണേർ എന്ന് പറയുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.